ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് കടലക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എപ്പോഴും നമ്മൾ സവാളയും പച്ചമുളക് തക്കാളിയൊക്കെ വഴറ്റിയിട്ടല്ല സാധാരണ കടലക്കറി വയ്ക്കുക. ഇത് അങ്ങനെയല്ല കേട്ടോ, ഒന്നും വഴറ്റാണ്ട് എങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ കുറച്ച് കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിക്കണം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു സവാള അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു തക്കാളി. ഇതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ ഇതെല്ലാം വ്യത്യാസം വരും കേട്ടോ. എനിക്ക് ഇത്രയും മതിയാവും. ഞങ്ങളിവിടെ 3 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരണം. ഇപ്പം നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ കടലയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കടല. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിട്ടിട്ട് നമ്മുടെ ഈ അരച്ച വെള്ളമില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയെ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പച്ചമണമൊക്കെ മാറണം. അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല പച്ചമണം ഉണ്ടാവും. നമ്മളത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം. ഇതൊന്നും നമ്മൾ വഴറ്റാണ്ടാണല്ലോ ഇതൊക്കെ നമ്മൾ അരച്ചെടുത്തത്. അതുകൊണ്ട് പച്ചമണം നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റി കുറുക്കിയെടുക്കണം കേട്ടോ. അത് നമുക്ക് ആ സ്മെല്ലുണ്ടാവും പച്ചമണത്തിൻ്റെ. ഇപ്പം ഏകദേശം ആ സ്മെല്ലൊക്കെ മാറി സെറ്റായിട്ടുണ്ട് കേട്ടോ. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ആ കടലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ച് വെച്ച കടലയിലോട്ട് ഇട്ടിട്ട് ആ കടല നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. എന്നാലേ നമ്മുടെ കടലയിലോട്ട് ഈ മസാലകളൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ മസാലയൊക്കെ വ്യത്യാസം വരും കേട്ടോ. നിങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റിയിൽ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും കേട്ടോ. ഞാനെടുത്ത പോലെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ചാറോട് കൂടി എടുത്തേക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ പുട്ടിന് കഴിക്കാനാണ് കേട്ടോ. പുട്ടിന് കുറച്ച് ചാറ് വേണമായിരുന്നു, ഗ്രേവി. അപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.